ഉടുമ്പ് പിടിച്ച പോലെയാണ് കണ്ടോ. ഉടുമ്പേ അയ്യോ ഉടുമ്പ് പിടിച്ച പോലെയാണ് കേട്ടോ ഈ മത്തൻ്റെ വള്ളി. എവിടെയെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിലേ കണ്ട നമുക്ക് ഇപ്രാവശ്യം മത്തൻ കായ്ക്കും. ഏത് കൂടെ ഇത് വിടുക. മത്തൻ കണ്ടോ ഇവിടെ ഫുള്ള് പടർന്ന് പന്തലിച്ച് വന്നിട്ടുണ്ടല്ലേ. ഇന്ന് എന്താ ഇതെന്താ ഇവിടെ തേങ്ങ കൊണ്ടുവന്നിട്ടേക്കണ് കണ്ടോ. ഇന്ന് നമുക്ക് 10 മത്തൻ്റെ ഇല നുള്ളിയിട്ടില്ലേ കറി വെക്കണം കേട്ടോ. ഇവിടെ മാത്രമല്ല കേട്ടോ, നമ്മുടെ കനാലിൻ്റെ അവിടെ കുമ്പളവള്ളി നട്ടതില്ലേ അത് നല്ല രീതിയിൽ പടർന്ന് വന്നിട്ടുണ്ട്. അച്ചുട്ടി സന്തോഷമായില്ലേ മത്തൻ വള്ളി ഉണ്ടായപ്പോൾ? എന്താണ് പപ്പൂൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കോലം നോക്കി നോക്ക്. പപ്പൂനെ ഇവിടെ അങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാലേ വിറകും വയ്ക്കാൻ പാടില്ല, ഒന്നും വയ്ക്കാൻ പാടില്ല. കിടക്കണ കണ്ടാൽ മതി. ഇനി ആദ്യം ഓരോടം വൃത്തിയാക്കാണ്ട് കേട്ടോ, ഇവിടെ മൊത്തം വൃത്തിയാക്കി ഇടണം. അപ്പോൾ ഒരു പപ്സ് കൊടുത്തിട്ട് അത് ഇപ്പോഴാണ് തിന്നണത്. ബാ നമ്മുടെ ഇവിടത്തേക്ക് ഇതൊക്കെ പൊളിച്ച് കളയണം കേട്ടോ. ഫുള്ള് പൊളിക്കണം പറഞ്ഞിട്ടാണ്. ഇതില്ലേ അതവിടെ വള്ളി വളർന്നില്ല. അച്ചോ അതൊക്കെ പോയില്ലേ, ഒറ്റൊന്നേ ഉള്ളൂല്ലേ. പിന്നെ മഴ നനഞ്ഞിട്ട് പോയി. ഞാൻ ചെയ്യാ മഴ നനഞ്ഞിട്ടോ വയ്യ. അച്ചുവിൻ്റെ പണിയാണ് കേട്ടോ അത്. ഞാൻ ഇന്നലെ വെണ്ണൂറ് കൊണ്ടുവന്നിട്ട് കൊടുത്തതാണ്. കുറച്ചേ ചെടിയിൽ വെണ്ണൂറാവട്ടെ വിചാരിച്ചിട്ട്. ഇനി ചീരയുടെ തൈ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതാ മഴ പെയ്തപ്പോൾ ഇവിടുത്തെ ഫുള്ളും നശിച്ചങ്ങോട്ട് പോയി പറഞ്ഞില്ലേ. ഇവിടെ കുറച്ച് ചീരവിത്ത് കൊണ്ടുവന്നത്, ഏത് കൂടെ ചീരവിത്ത് പോയി എന്നറിയില്ല. ഇനി മഴ കഴിഞ്ഞ് കഴിയുമ്പോൾ വളരുമ്പോൾ എവിടെയെങ്കിലൊക്കെ ഏറ്റുണ്ടാവും കേട്ടോ. അപ്പം നമുക്കിന്ന് നമ്മുടെ കുറച്ച് വൈകുന്നേരത്തെ വിശേഷങ്ങൾ കാണാം അല്ലേ ചുട്ടിയെ? അത് മതി അച്ചു. ഇനി അതൊക്കെ പിരിഞ്ഞ് നടാറായി എല്ലാതും. നമ്മുടെ മുരിഞ്ഞ നോക്ക്, മുരിഞ്ഞ കണ്ടില്ലേ ഇങ്ങനെ പൊട്ടിച്ച് വിട്ട് കഴിഞ്ഞ് വെച്ചാൽ ഇതാണ്ടോ, ഇത് കൂടെ ഒക്കെ ഇങ്ങനെ അമ്മ വന്ന് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇതിങ്ങനെ അമ്മയ്ക്ക് വയ്യാണ്ടേ ഇന്ന് രാവിലെ അമ്മേനെയും കൊണ്ട് ആശുപത്രി പോകേണ്ടി വന്നു കേട്ടോ. അപ്പോൾ പോയി മേലും കയ്യും വേദനയൊന്നും സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടേ പോയി ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ട് അവിടെ കിടക്കണുണ്ടേ. ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ അവിടെ നിന്ന് അനിയൻ്റെ കൂടെ ഇരിക്കണ പാട്ടിൽ ഇരുന്നാൽ മതിയായിരുന്നു. ഇവിടെ എല്ലാവരും വന്നപ്പോൾ എല്ലാവരും പാടെ കൂടട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരുന്നതാ. അപ്പയ്ക്ക് ഇരിക്കൽ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പയ്ക്കും അവർക്ക് വയ്യാതെ വന്നില്ലേ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മാറിയാലല്ലേ, അവിടെ ചെറിയ കുട്ടികളതല്ലേ, 2 മാസമല്ലേ ആയിട്ടുള്ളൂ. പനിയനാണോ വെച്ചാൽ പനിക്കും പോകണം. ഒരാൾ വീട്ടിൽ വയസ്സായ ഒരാളുണ്ടെങ്കിൽ ഒരു സഹായമാണ്. അപ്പം ഇനി അമ്മയ്ക്കാണോ വെച്ചാൽ ഈ ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ ഉള്ളത് കൊണ്ടേ ഇനി ഒന്ന് മാറി ഒന്ന് ലെവലായി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ബാ ചുട്ടി ഇതാ അവിടേക്ക് പോവാ. ഇതാ ഇത് പെറുക്കാൻ വേണ്ടി വന്നതാ കേട്ടോ. കണ്ടോ പറങ്കി മാങ്ങ പെറുക്കാണ്ടുള്ളത് മുള വരില്ലേ. ഈ മുള വരുന്നത് നമുക്ക് വെറുതെ തിന്നാനും നല്ലതാണ്, അതേപോലെ തന്നെ കൂട്ടാൻ വയ്ക്കാനും നല്ലതാട്ടോ. പക്ഷെ ഇപ്പോൾ കൂട്ടാൻ വയ്ക്കാനുള്ളതൊന്നും കിട്ടില്ല കണ്ട. പക്ഷെ ഇത് കഴുകിയിട്ട് കഴിക്കുമ്പോൾ അല്ലേ നല്ല ടേസ്റ്റാണ് ലച്ചു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഇതും കൂടെ കറി ഉണ്ടാക്കിയിട്ടോ, വറുത്തരച്ചിട്ട് എന്തോ ഒരു ടേസ്റ്റാണെന്നറിയോ സംഭവം. ഇതിപ്പോൾ കിട്ടാൻ വഴിയില്ല. ഇനി നമ്മുടെ താഴെ നമ്മുടെ വീടിൻ്റെ ഉമ്മർത്തില്ലേ താഴത്തു കൂടെ നോക്കിയുണ്ടാവും കേട്ടോ. പക്ഷെ അത് ഏട്ടന് ആരെങ്കിലുമൊക്കെ വേണം, എന്നാലാണ് താഴത്തു കൂടെ നോക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങൾ പണി വൈകുന്നേരം ആകുമ്പോഴല്ലേ കുറച്ച് റബ്ബർ വിറക് വെറുക്കാൻ പോകും കേട്ടോ. അപ്പോൾ ഒരാഴ്ചയായിട്ട് വിറക് വെറുക്കാൻ പോകാൻ പറ്റിയിട്ടില്ല. വൈകുന്നേരം ഈ സമയമാകുമ്പോഴേക്കും മഴയായിരിക്കും. പിന്നെ എങ്ങനെ വിറക് വെറുക്കുക? ഇത് നമ്മുടെ വീടിൻ്റെ ബേക്ക് വശമാണ് കേട്ടോ. അത് നിങ്ങൾ കണ്ടില്ലേ, ഇതാ ഈ ഒരു പറങ്കിക്കൊമ്പൊക്കെ വീണിട്ടുണ്ട്. ഇതൊക്കെ കനാലുകാരുടെയാണ് കേട്ടോ. ഇതൊന്നും നമുക്ക് മുറിക്കാനോ ഒന്നിനും അധികാരമില്ല പറഞ്ഞില്ലേ. ഇത് അവർ വെട്ടണം. നമ്മുടെ ഉമ്മർത്തുള്ള പറങ്കിമൂച്ചി കനാലുകാരുടെയാണ്. നമ്മുടെയാണ് പറഞ്ഞാൽ വെച്ചാൽ നമ്മളെപ്പോഴോ അത് വെട്ടി ഒഴിവാക്കിയിട്ടുണ്ടാവും ഉമ്മർത്ത്. നമുക്ക് കയറി വരുമ്പോൾ എല്ലാവർക്കുള്ളൊരു പ്രശ്നമാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് എങ്ങനെയാണ് ഇറങ്ങുക എന്നുള്ളത്.
കാരണം എല്ലാവരും ഉമ്മറത്തേക്ക് ഇങ്ങനെയല്ല നേരെയല്ലേ കയറുക, നമുക്ക് ഈ ഭാഗത്ത് കൂടെയാണ് വരുന്നത്. അപ്പോൾ വരുമ്പോൾ ആൾക്കാർ ഇപ്പുറത്ത് കൂടെ വഴി പറഞ്ഞിട്ട് ഇത് കൂടെ വരും. ആ ആ ഇത് കിച്ചോ അത് താഴേക്ക് വീഴില്ലല്ലോ. എന്തിനാ മോളിക്ക് പനയുടെ മോളിക്ക് കല്ലെടുത്തിരുന്നത്? അതാ പൂച്ച. നമ്മുടെ ഈ ഭാഗത്ത് കൂടെയൊക്കെ നിറച്ച് വാഴയായിരുന്നില്ലേ. ഇനി ഇതൊക്കെ നമുക്ക് കാട് വെട്ടിയിട്ട് ഇത് കൂടെ വാഴ വെക്കണം കേട്ടോ. പക്ഷെ ഇനി കാട് വെട്ടിയിട്ട് വാഴ വെച്ചിട്ടും കാര്യമില്ല, കനാല് പണി നിർത്തി വെച്ചല്ലോ. അതുകൊണ്ട് ഫുൾ കണ്ടോ ഇതൊക്കെ കൈ മുറിയണ, നമ്മുടെ മേലൊക്കെ മുറിയണ മുള്ളാണ് കേട്ടോ. നല്ല അങ്ങോട്ടും കൂർത്ത മുള്ളു ഇങ്ങോട്ടും കൂർത്ത മുള്ളു, അങ്ങനത്തെ ഒരു മുള്ളാണിത്. അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വിറകിന് പോകല്ലേ ഇവരെല്ലാ. അമ്മൂന് മാത്രം ചെറിയൊരു മടിയാണ് കേട്ടോ. ബാക്കി ഇവർ രണ്ടുപേരും വന്നു കഴിഞ്ഞ് വെച്ചാൽ വിറക് പെറുക്കി കൂട്ടും. ഇന്ന് വീട്ടിൽ നിന്ന് അമ്മ വരാമെന്ന് പറഞ്ഞതാണ് കേട്ടോ, കുറച്ച് വിറക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ. അവിടെ കുറച്ച് കൂടുതൽ വിറകുണ്ട് ഇരിക്കണു. ഈ മഴക്കാലമായി കഴിഞ്ഞ് വെച്ചാൽ എത്ര വിറകുണ്ടായാലും ശരിയല്ലല്ലോ. അപ്പം അമ്മ എന്ത് പറഞ്ഞെന്നറിയോ, നമ്മുടെ ആ ടെറസില്ലേ, ടെറസിൻ്റെ മുകളിൽ നിന്ന് ഈ സൈഡിക്ക് രണ്ട് സൈഡിക്കും ടാർപ്പായ വലിച്ചു കെട്ടിയിട്ട് അവിടെ കുറച്ച് പൊന്തിച്ചിട്ട് എന്താ വിറക് അടുക്കി വെക്കാന്ന്. അപ്പോൾ എന്താ ഞാൻ ഒറ്റയ്ക്കാണ് പറഞ്ഞു വെച്ചാൽ ശരിയാവില്ലല്ലോ. ഇനിയിപ്പോൾ അവർക്ക് എത്ര ദിവസമേ ഉള്ളൂ ഇനി സ്കൂൾ തുറക്കാൻ? ബുക്ക് വാങ്ങാൻ പോകണം. അപ്പോൾ മക്കൾ എന്താ SLC പരീക്ഷയിലൊക്കെ മക്കളൊക്കെ ജയിച്ചില്ലേ. നമ്മുടെ ഇവിടെ ഉള്ള കുട്ടികളൊക്കെ ജയിച്ചു കേട്ടോ. ഒരു കുട്ടി എന്താ തൂങ്ങി മരിച്ചു എന്ന് ന്യൂസ് കണ്ടിരുന്നു. A+ കിട്ടിയില്ല. 10ാം ക്ലാസ് എന്ന് പറയുന്നത് +1ക്ക് കയറാനുള്ളൊരു എങ്ങനെ പറയുക, ഒരു അടുത്ത പടിയല്ലേ. അതിൽ ജയവും തോൽവിയൊക്കെ നോക്കിയിട്ട് മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിലോ. എന്താ പണ്ട് A+ ഇല്ല B+ ഇല്ല, 210 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പാസ്സായി. ഇപ്പോഴാണ് ആൾക്കാർ എൻ്റെ കുട്ടിക്ക് ഫുൾ A+ ആണ്, മറ്റേ കുട്ടി അങ്ങനെ ഒരു ഇത് പറയും. ചില ആൾക്കാർ പറയില്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊന്നല്ല, അതിലും കഴിഞ്ഞിട്ട് ഇനി അവർ പഠിച്ച് മുന്നോട്ട് വരില്ലേ. ചിലപ്പോൾ ഏറ്റവും പഠിക്കാൻ കമ്മിയുള്ള കുട്ടികളായിരിക്കും കുറേ കഴിയുമ്പോൾ എന്താ മുന്നോട്ട് വരിക. ഞാനൊന്നും അത്ര വലിയ പഠിത്തക്കാരിയൊന്നും ആയിരുന്നില്ല കേട്ടോ. ഞാനും 10ാം ക്ലാസ്സിൽ പാസ്സായി, +2 വരെ അങ്ങനെ പോയി. +1 കഴിഞ്ഞിട്ട് +2 അധികം പോകാൻ പറ്റിയിട്ടില്ല, ഓരോ കാര്യങ്ങൾ കാരണം. പരീക്ഷ എഴുതാൻ മാത്രമായിട്ടോ പോകാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ എന്താ ഇന്നിങ്ങനെ ന്യൂസ് കണ്ടപ്പോൾ അമ്മ കണ്ടില്ലേ ഇത് ജനലിൽ തൂങ്ങിയെന്ന് പറഞ്ഞിട്ട്, തോർത്തുമുണ്ടും കൊണ്ട് അത്രയും. അപ്പോൾ എല്ലാ വർഷവും ഉണ്ടാവും ഈ ഒരു പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കുട്ടി മരണപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ അതന്നെ അതന്നെ പറയണത്. ഇതൊന്നും ഒന്നുമല്ല പറഞ്ഞില്ല. എല്ലാവർക്കും എല്ലാ കഴിവും ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ എല്ലാവരും ഒരേപോലെ ആവില്ലേ. ചക്കയിലോ നോക്കിയോക്ക്, അത് കൂടെയൊക്കെ പന്നികൾ ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെന്താ, പന്നിക്ക് പോകാനുള്ള വഴിയാണ് അത് കണ്ടോ. പന്നി, മുള്ളം പന്നി, മുയലും ഒക്കെ ഉണ്ടാവും. എന്താണ് ചെവിയുടെ അവിടെ. അപ്പോൾ ഇനി സ്കൂള് തുറക്കാൻ എത്ര 14 ദിവസം അല്ലേ അമ്മോ? 14 ദിവസമല്ലേ സ്കൂൾ തുറക്കാനുള്ളൂ. ബുക്ക് വാങ്ങാൻ പാലക്കാട് എവിടെയോ ഒരു കട ഉണ്ട് പറഞ്ഞിരുന്നു കേട്ടോ. ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ പോണ കടയത്ത് അവരെ പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ പോണവർ നല്ല വിലക്കുറവുണ്ട് ചേച്ചി, അവിടെ പോയി വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ വണ്ടി നിർത്താനുള്ള സൗകര്യമൊക്കെ കമ്മിയാണെന്നാണ് പറഞ്ഞത്. എനിക്കത് ഓർമ്മയില്ല. ഇനി എന്തായാലും ഈ ആഴ്ച കടയ്ക്ക് പോകുന്നുണ്ട്. കടയിൽ പോകുമ്പോൾ ചോദിച്ചു നോക്കാം കേട്ടോ. അവിടെ ഹോൾസെയിലിൽ എല്ലാ സാധനങ്ങളും, ബുക്ക്, പെൻസിലുകൾ, കാര്യങ്ങളൊക്കെ. എന്തിന് കൊടയുടെ ഒരു ആവശ്യമില്ല കേട്ടോ. ഇവിടെ വന്ന കഴിഞ്ഞ പ്രാവശ്യം ഇവർക്ക് ആർക്കും കൊട വാങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് ചായ എത്രയൊക്കെ സ്ഥലമുണ്ട്, എന്നാലും ചായ കുടിക്കുമ്പല്ലേ. കിച്ചുട്ടൻ ഷർട്ട് ഇട്ടിട്ടില്ല കേട്ടോ. അമ്മോ, അവൻ അച്ചമ്മയ്ക്ക് കൂട്ടിരിക്കാൻ പോയതാണ്. അച്ചമ്മ ഇവിടെ എന്താടാ ചെയ്യുന്നത് വെച്ചു? TV കണ്ടിട്ടോ? നിനക്ക് വേണോ?
നിനക്കൊന്നുണ്ട്. അപ്പം ഇന്നേ കുറേ ദിവസമായിട്ടില്ലേ പപ്സ് കഴിക്കണം തോന്നിട്ടോ. അപ്പം പപ്സ് വാങ്ങിയതാണ് കേട്ടോ. അമ്മ കണ്ടോ ഒന്നും ഉണ്ടാത്ത എന്താ അമ്മോ? ഓ അവൾ ആസ്വദിച്ച് കഴിക്കാം. അപ്പം ആസ്വദിച്ച് കഴിക്കട്ടെ കേട്ടോ. ചായ ഇവർക്ക് വേണ്ട പറഞ്ഞു. അപ്പം എനിക്ക് മാത്രമേ ചായ വെച്ചുള്ളൂ. അവിടെ ഉണ്ട് വേണ്ട. നിങ്ങൾക്ക് ചായ വെച്ചാൽ എപ്പോഴും നിങ്ങൾ കുടിക്കണില്ലല്ലോ. അപ്പോൾ എന്താ ചൂ ആ ചെടി അവിടെ ഇങ്ങോട്ട് വെക്കുക. അപ്പം ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പം വരാം. നിനക്കല്ല നീ പുല്ലായത് കാരണം എനിക്കൊന്നും ഇല്ലാത്ത. എന്ത് അപ്പോഴേ എന്താ ഇവർക്കില്ലേ എന്ത് ഞാൻ എടുക്കുക വെച്ചാലില്ലേ അച്ചു പറയും അമ്മ രണ്ടെണ്ണം എടുത്തില്ലേ, അമ്മ രണ്ടെണ്ണം എടുത്തില്ലേ. അമ്മയും പറയില്ലേ ഇപ്പൊ അതുപോലെ തന്നെ. ഞാൻ ഓണത്തിന് എടുത്തതാണ് കേട്ടോ. ഇതാണ് അതേപോലെ ഒരു ഡ്രസ്സ് പെൺകുട്ടികളെ ഇവര് പറയുമ്പോൾ അവർക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്താ വീഡിയോ കാണുന്നവർക്ക് തന്നെ അറിയാം ഞാൻ എപ്പോഴാണ് വാങ്ങല്. വാങ്ങാറേ ഇല്ല കേട്ടോ. ഞാൻ ഓണത്തിന് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അധികം വാങ്ങാറ് എങ്ങനെയാണെന്നറിയാം. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ വാങ്ങും. പരമാവധി ഞങ്ങൾ എന്താ ഡ്രസ്സ് ഉപയോഗിക്കാറുണ്ട്. ഞാൻ അവിടെ എത്ര വരില്ലേ അച്ചോ ഇനിയിപ്പോൾ വേണ്ടി വരില്ല കേട്ടോ. ഇനി എന്താണെന്നറിയോ സ്കൂൾ തുടങ്ങി കഴിഞ്ഞു വെച്ചാൽ പിന്നെ ഇവർക്ക് യൂണിഫോം തന്നെ. പിന്നെ ഒരു വർഷം പിന്നെ ഓണത്തിന് മാത്രം വാങ്ങിയത്. ഇപ്പം ഈ ഇതിൽ ഇങ്ങനെ ഓഫറൊക്കെ കാണുമ്പോൾ ഇങ്ങനെ 3 ബനിയൻ അങ്ങനെയൊക്കെ ഉള്ളത് വീട്ടിലിടാനുള്ളത് വാങ്ങും. ഇനി മഴ സമയം ആകുമ്പോഴേക്കും കുട്ടികൾക്ക് മഴ സമയം ആകുമ്പോഴേക്കും എന്തായാലും വേണം കേട്ടോ. അതുവരെ പിന്നെ കുഴപ്പമില്ല. മഴ സമയം ആയി കഴിഞ്ഞാൽ എത്ര ഉണ്ടായാലും ഉണങ്ങി കിട്ടിയില്ല. എങ്ങനെ പിഴിഞ്ഞിട്ടാലും അല്ലേ അച്ചു? ഇനിയും അത് ശരിയാ. അമ്മൂന് പനി വന്നിരുന്നു കേട്ടോ. എന്താ അല്ല പറയണതേ ഇപ്പം ഇനി ഒരു പനി വന്ന് പോയില്ലേ. ഇനി മഴ തുടങ്ങിക്കഴിഞ്ഞാലും ഇതേപോലെ എല്ലാവർക്കും ഓരോ പനി വരും കേട്ടോ. അതിൽ നമ്മുടെ സകല പിടുത്തവും വിടും. അപ്പോൾ ഇനി എന്താണ് ഇനി ഇവര് ഷട്ടിൽ ബാറ്റ് കളിക്കാനുള്ള സമയമാണ് കേട്ടോ. ഒരാൾ മിറ്റടിക്കണം, ഒരാൾ ഉള്ളടിക്കണം. കിച്ചുട്ടന് പാത്രം കഴുകാണ്ട്. ലാസ്റ്റ് ചീനച്ചട്ടിയിൽ ചോറിട്ടതാരാ? കിച്ചു അല്ലേ? ആ ചീനച്ചട്ടി അവിടെ കഴുകാണ്ട് വെച്ചിട്ടുണ്ട്. നിനക്ക് ഞാൻ കഴുകാണ്ട് വെച്ചേക്കാണ് നീ കഴുകാൻ വേണ്ടിയിട്ട്. അത് വെള്ളെങ്കിലും ഒഴിച്ചിട്ടുണ്ടേ. കറി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ആ കറി കൂട്ടിയിട്ടാണ് കഴിക്കുമ്പോ ചീനച്ചട്ടിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടേ. ഓരോരുത്തരും ഓരോ ചെയ്യൊന്നുമില്ല കേട്ടോ. കിച്ചുട്ടൻ വെറുതെ നമ്മൾ പറയും എടാ ചെയ്യടാന്ന് പറയും. അവര് ഇപ്പൊ ഷട്ടിൽ ബാറ്റ് അപ്പോഴേ എന്താ ഇന്നലെ ഒരു ഇത് വന്നത് പറയുകയാണേ. പ്രസി എന്താ പെങ്ങള് പോയപ്പോൾ പ്രസിക്ക് ഭയങ്കര ഉഷാറായി. അതുവരെ പ്രസി എന്താ മൗനത്തിലായിരുന്നു എന്ന്. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മൂട്ടി ഇവിടെ. നമ്മളെന്നാണ് എന്താ മൗനത്തിൽ ഇരുന്നിരിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ. എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല. പിന്നെ കുട്ടികൾ ഇവര് വരുമ്പോൾ ജ്യൂസ് അമ്മൂട്ടി നിങ്ങൾ വരുമ്പോൾ ജ്യൂസ് കൊടുക്കുമ്പോഴേ ഇഷ്ടമില്ലാണ്ടാ കൊടുത്തതെന്ന്. അപ്പോൾ ഇതിന് എന്താ വെച്ചാൽ കുട്ടികൾ തന്നെ ഈ കമൻറ്റ് കണ്ടിട്ട് അവരെ പറയണത് എന്താണെന്നറിയില്ല അമ്മ അങ്ങനെ പറയണെന്നുള്ളത്. അങ്ങനെ അല്ല കേട്ടോ. കാരണം ഇപ്പം അവർ വന്നു വന്നപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാനാണ് ഉണ്ടാക്കി കൊടുത്തിരുന്നത്. നമ്മുടെ മക്കളുടെ പോലെ ഇഷ്ടമുള്ള എല്ലാം ഇന്നലെ പോകുമ്പോഴേ കട വേണം പറഞ്ഞിട്ട് അവർക്ക് എന്താണോ ഇഷ്ടം. ഇപ്രാവശ്യം മാത്രം പറങ്കേണ്ടി ചുട്ടിട്ട് നമുക്ക് അണ്ടിപ്പുട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ. ഈ മഴയും പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും ഒരു കുഴപ്പമില്ല. എൻ്റെയും അവളുടെയും ഒരു ദിവസമാണ് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ മുതലുള്ള കൂട്ടാണ്. അപ്പോൾ എൻ്റെ അതേ ഒരു പ്രായമാണ് അവൾക്കും. അപ്പോൾ എന്താണ് അങ്ങനെ പറഞ്ഞത്? ചിലപ്പോൾ ഈ പറയുന്നവരുടെ വീട്ടിൽ അങ്ങനെ ആയിരിക്കും. പെങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ലായിരിക്കാം. അല്ലെങ്കിൽ എങ്ങനെ പറയാ നിങ്ങളിങ്ങനെ ആയിരിക്കാം. അതായിരിക്കും എല്ലാവരും ഒരേ കണ്ണിൽ കാണാൻ പാടില്ലല്ലോ.
എന്താ നിങ്ങൾ എത്ര ഒരാഴ്ച അവരുണ്ടായിരുന്നു. ഈ ഒരാഴ്ച നമ്മൾ വീഡിയോസ് നമ്മൾ എന്തെങ്കിലും ഒരു കുറവായിട്ട് നമ്മൾ അറിയുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാട്ടോ. അറിയാത്തവരോട് നമുക്ക് പിന്നെ എന്തും പറഞ്ഞിട്ട് കാര്യമില്ല. ചില ആൾക്കാർ കുറ്റം പറയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വരും. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും കുറ്റം പറയാൻ വേണ്ടി മാത്രം വരും. എന്താണിത്? നല്ലത് ചെയ്താലും കുറ്റം പറയും, ചീത്ത ചെയ്താലും കുറ്റം പറയും. എന്തൊരു മനുഷ്യരപ്പാ ഇത് ശരിക്കും അപ്പോൾ നമുക്ക് അങ്ങനെ പറയണേലൊന്നും സങ്കടമൊന്നുമില്ല കേട്ടോ. അവളെന്നെ എന്നിട്ട് കമൻറ്റ് കണ്ടിട്ട് പറഞ്ഞിരുന്നു, ഏടത്തിയമ്മ ഓരോന്ന് ഉണ്ടാക്കണതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചു കൊടുത്തോളൂ, ഇനി അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് പറയാൻ നിൽക്കുള്ളൂ എന്നുള്ളത്. അപ്പോൾ അവർ വന്ന ദിവസം നമ്മുടെ അടുത്ത് മോരുകാച്ചലും ചിക്കനും ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നില്ലേ? മീനും ഉണ്ടായിരുന്നു. മീനും ഉണ്ട്. പിറ്റത്തെ ദിവസവും മീനുണ്ട്. അതിൻ്റെ പിറ്റത്തെ ദിവസവും ചിക്കൻ ഉണ്ട്. ഈ പച്ചക്കറി എന്ന് പറയുന്ന സാധനം സാമ്പാർ വെച്ചിട്ട് ഇന്നലെ അവർ പോകുമ്പോൾ ബീഫ് വാങ്ങിയിട്ട് സാമ്പാർ വെച്ചിട്ട് ആ സാമ്പാറാണ് കേട്ടോ ഒന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ എത്രയൊക്കെ നമുക്ക് എന്താ വിഷമങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ട്, നമ്മൾ ആര് വരുമ്പോഴും നമ്മൾ അറിയിക്കൊന്നുമില്ല. നമ്മൾ അതിനനുസരിച്ച് അതിനനുസരിച്ച് ഇങ്ങനെ ഓളം വെട്ടി പോവും. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ പോവും, പടവെട്ടി പോവാന്ന് പറയുന്ന പോലെ. അപ്പോൾ അതിനനുസരിച്ച് പോവട്ടോ. അതിലിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണേ, അങ്ങനെയൊന്നുമില്ല. എന്താ ഞാൻ വീഡിയോയിൽ തന്നെ അവരെ വ്യക്തമായിട്ട് കാണിക്കാത്തത് എന്താണെന്ന് പറഞ്ഞു. ചില ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത് അവരെ കൊണ്ടുപോയ വീട്ടിലാണോ പറഞ്ഞു വെച്ചാൽ അവർക്ക് ചിലപ്പോൾ അത് ഭാവിയിലൊരു പ്രശ്നം ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. മനുഷ്യർ പലരല്ലേ, നമ്മൾ ഇതിക്ക് ഇറങ്ങി. അപ്പോൾ നമുക്കിതിൽ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും നമ്മളിതിൽ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ അതുപോലെയല്ലല്ലോ. ഇപ്പോൾ എന്താ പെങ്ങളെ പറയുമ്പോൾ, രണ്ടാമത്തെ അനിയൻ്റെ അവരെ പറയുമ്പോൾ, എൻ്റെ വീട്ടുകാരെ പറയുമ്പോൾ അത് ചിലപ്പോൾ അവർക്കത് പറ്റിയെന്ന് വരില്ല. അതും കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇപ്രാവശ്യം എല്ലാവരും പാടെ കൂടിയിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ നല്ല രീതിയിൽ റീച്ച് ആവില്ല. കുട്ടി അവർ 9 മക്കൾ മാത്രം 9 പേര്, വലിയോരെല്ലാവരും പാടെ കൂടി ഒക്കെ കളിയും ചിരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ സമയത്ത് അവരുടെയും കൂടി പ്രൈവസി നഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. എത്രയേ കമ്മായി കുറച്ച് സമയങ്ങളിൽ വീഡിയോ എടുത്തിട്ട് ചില സമയത്ത് വീഡിയോ ഇടാതിരുന്നത്. കുട്ടികൾ കളിച്ചോട്ടെ, കുട്ടികൾ TV സിനിമ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഒരു പ്രാവശ്യം എന്താ എൻ്റെ വീട്ടിൽ, ഞാൻ ഇത് പറയുമ്പോൾ പറയാം, എൻ്റെ വീട്ടിൽ പോണ വീഡിയോസ് എന്താണ് ഇടാത്തതെന്ന് കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു. എൻ്റെ വീട്ടിൽ ഒരു പ്രാവശ്യം ഞാൻ പോയി വീഡിയോ ഇട്ടപ്പോൾ ആ വീഡിയോയ്ക്ക് ഇല്ലാത്ത കുറ്റങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് വേറെ ആൾക്കാരെ ബാധിക്കും, അത് ചിലപ്പോൾ നമുക്കായിട്ടൊരു സൗന്ദര്യപ്പണക്കം ഉണ്ടാവുന്നൊന്നും ചിന്തിക്കില്ല. ഇപ്പം കമൻ്റ് ഇടുമ്പോൾ അവർ കണ്ട കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാവുക, അപ്പോൾ അതിടില്ല. പക്ഷെ അതിൽ വേറെ എന്തെങ്കിലും പ്രശ്നം, അതും കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ എവിടേക്ക് വീട്ടിൽ പോകുക വെച്ചാലും കൂടി നമ്മളൊരു വീഡിയോസ് അവിടുത്തെ ഇടാത്തത്. അല്ലാതെ നമ്മൾ നമ്മുടെ ഏട്ടന്മാരുടെ അടുത്തേക്ക് പോവാണ്ടോ വീട്ടിൽ നിൽക്കാണ്ടോ ഒന്നുമല്ല. കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു, പ്രസി എന്താ സ്കൂൾ പൂട്ടിയിട്ട് പോണില്ലേ, കുട്ടികളെയും കൊണ്ട് പോണില്ലേ. പോയി നമ്മൾ 4 ദിവസം നിൽക്കുകയാണോ ചില ഇവിടുത്തെ വീഡിയോസുകൾ മാത്രമായിരിക്കും ഇടുള്ളൂ. ഇവിടെ വരുന്നു വെച്ചാൽ നമുക്ക് നമ്മുടെ മാത്രമല്ലേ, അതെല്ലാവർക്കും അറിയാലോ. പക്ഷെ വേറൊരു വീട്ടിലാവുമ്പോൾ അത് പറ്റില്ലല്ലോ. അതാണ് കേട്ടോ. അത് കുറേ കൂട്ടുകാരുടെ സംശയങ്ങൾ തീർന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നെഗറ്റീവായിട്ട് ഞാൻ ആരും പറഞ്ഞതിന് പറയുന്നില്ല, നിങ്ങൾക്ക് പറയാം. കാരണം നിങ്ങൾ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ വീഡിയോ ഓടുന്നത്. അപ്പം അത് ചില ആൾക്കാർക്ക് അങ്ങനെ തോന്നിയായിരിക്കും, എൻ്റെ ഭാഗത്തു നിന്നായിരിക്കും തെറ്റുണ്ടാവുക, ഞാൻ അങ്ങനെ കാട്ടിയിട്ടുണ്ടാവാം, മനുഷ്യരല്ലേ. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞു വെച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിത് പറയണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ കുറേ കൂട്ടുകാർ പറഞ്ഞിരുന്നു, നമുക്ക് കമൻറ്റിൽ കൂടെ പ്രസി വീട്ടിൽ പോകണില്ലേ, അല്ലെങ്കിൽ പ്രസി എന്താ വരുന്നു മക്കളെയും കൂടെ പോവാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പറയുകയാണ്, അവിടെ പോയാലും നമ്മൾ ഇവിടെ നിന്ന് നേരത്തെ വീഡിയോ എടുത്ത് വെച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടായിരിക്കും പിന്നെ വീഡിയോസ് എടുക്കുന്നുണ്ടാവുക കേട്ടോ. അതാണ് നിങ്ങൾക്ക് എന്താ അവിടുത്തെ ഒന്നും കാണിക്കാത്തത്. അപ്പോൾ നാളെ അല്ലേ അച്ചമ്മയ്ക്ക് കുളിക്കാൻ വെള്ളം വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ നാളെ നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം കേട്ടോ.